ചൈനയുമായി പാകിസ്ഥാന് നല്ല ബന്ധമുണ്ടെങ്കിലും ഒരു വലിയൊരു തുറന്ന യുദ്ധം വരാത്രത്തോളം കാലം ചൈനയ്ക്ക് പാകിസ്ഥാനെ സഹായിക്കാൻ പറ്റത്തില്ല. മാത്രമല്ല, ചൈനയ്ക്ക് ഇപ്പോൾ ടാരിഫ് യുദ്ധത്തിൽ അമേരിക്കയെക്കാൾ ഇന്ത്യയുമായി ബന്ധം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പശ്ചാത്തലമാണ്. മാത്രമല്ല, ചൈന വലിയൊരു രാജ്യമായി ലോകത്തിലെ രണ്ടാമത്തെ വികസിത രാജ്യമായി നിൽക്കുന്ന സമയത്ത് പാകിസ്ഥാനെ സഹായിക്കാൻ പോയി വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന് അവർക്കറിയാം. വാസ്തവമാണ്. ഈ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് കാശ്മീരിലെ പാകിസ്ഥാൻ ഓക്കുപൈഡ് കാശ്മീരിൽ ഒരു ഭാഗത്തുകൂടി പോകുന്നു. പാകിസ്ഥാൻ എന്നും കാശ്മീർ ചൈനയുടെ ആൾ ടൈം വെതർ ഫ്രണ്ടാണ്, ഏത് കാലാവസ്ഥയിലും സുഹൃത്താണ്. അതൊക്കെ ശരി തന്നെ. പക്ഷെ ഇന്നത്തെ ആധുനിക ചൈനയ്ക്ക് പാകിസ്ഥാനെ കണ്ണുമടച്ച് അങ്ങനെ സഹായിക്കാൻ പറ്റത്തില്ല. കാരണം തന്ത്രപരമായും വാണിജ്യപരമായും സാമ്പത്തികപരമായും എല്ലാം പാകിസ്ഥാനെ വേണ്ടി നിൽക്കുമ്പോൾ മറ്റു രാജ്യങ്ങൾ ചൈനയെ ഒറ്റപ്പെടുത്തുന്നൊരു കാഴ്ച, അതിൽ കൂടുതൽ വികസിത മുതലാളിത്ത രാജ്യങ്ങളെല്ലാം ഇന്ത്യയുടെ പുറകിൽ വരും, ഇന്ത്യയെ പിന്തുണയ്ക്കും. ഈ സാഹചര്യത്തിൽ പാകിസ്ഥാനെ സഹായിക്കാൻ നോർത്ത് കൊറിയയും ചൈനയും അല്ലാതെ ഒരുപക്ഷെ അങ്ങിങ്ങായി ചില മുസ്ലിം രാജ്യങ്ങളും കാണും എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ചുരുക്കത്തിൽ പാകിസ്ഥാൻ ഒറ്റപ്പെടുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഷിംല കരാർ റദ്ദാക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? ബംഗ്ലാദേശ് പാകിസ്ഥാൻ തിരിച്ചു പിടിക്കുമെന്നാണോ? എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഉദ്ദേശിക്കുന്നതെന്ന്. മാത്രമല്ല, ബംഗ്ലാദേശ് പാകിസ്ഥാനും നിന്ന് വളർന്നു പോയി പുതിയൊരു രാജ്യമായ ഒരു പശ്ചാത്തലമൊക്കെ കഴിഞ്ഞപ്പോൾ ഒരുപാട് മാറ്റമുണ്ടായി. ബംഗ്ലാദേശിന്റെ ചരിത്രം അത് മറ്റൊരു രീതിയിലാണ്. ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ബംഗ്ലാദേശും പാകിസ്ഥാനും ഒരുമിച്ച് നിന്ന് ഇന്ത്യയെ സമ്മർദ്ദം ചെലുത്തുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ബംഗ്ലാദേശിന് അതിൻ്റെതായ പ്രശ്നങ്ങൾ ഇന്ത്യയുമായിട്ട് ഉണ്ടെങ്കിലും ഭൂമിശാസ്ത്രപരമായി പലപ്പോഴും വാണിജ്യ കാര്യങ്ങൾക്കും ബാക്കി സുരക്ഷിത കാര്യങ്ങൾക്കും എല്ലാം ബംഗ്ലാദേശിന് ഇന്ത്യയെ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. കാരണം കോണ്ടിനെന്റ് ഇന്ത്യൻ ഭൂഖണ്ഡത്തിനകത്താണ് ബംഗ്ലാദേശ് നിൽക്കുന്നത്. പാകിസ്ഥാന് ഒന്നുമില്ലെങ്കിൽ അതൊരു വ്യത്യസ്ത ഭൂമിശാസ്ത്രത്തിലാണ് എന്ന് പറയാം. പക്ഷെ ആ പറയുമ്പോഴും ബംഗ്ലാദേശിന്റെ പിന്തുണ പാകിസ്ഥാന് കിട്ടുമെന്ന് നമുക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. അപ്പൊ ചുരുക്കത്തിൽ ഷിംല കരാർ പാകിസ്ഥാൻ റദ്ദാക്കി നമ്മെ ആക്രമിക്കാൻ തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും പാകിസ്ഥാൻ ഓക്കുപൈഡ് കാശ്മീർ ഇന്ത്യ പിടിച്ചടക്കും എന്നുള്ളതിന് സംശയമില്ല. അത്രത്തോളം എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അതിനേക്കാൾ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് പാകിസ്ഥാനകത്തുള്ള ആഭ്യന്തര കുഴപ്പങ്ങളാണ്. ഇമ്രാൻഖാനെ ജയിലിലാക്കി എത്രയോ കാലമായി. അവിടുത്തെ ജനാധിപത്യം തകർന്ന് നഷ്ടപ്പെട്ട് എത്രയോ കാലഘട്ടം നമുക്കറിയാമല്ലോ. അത് വന്നു എന്ന് മാത്രമല്ല, പാകിസ്ഥാന്റെ ചരിത്രത്തിൽ 4 ഭരണഘടനകൾ നശിപ്പിച്ച് പട്ടാള ഭരണം ഇടയ്ക്കിടയ്ക്കൊക്കെ അധികാരത്തിൽ വന്ന് പകുതിയോളം ഭരണം പട്ടാളത്തിൻ്റെതാണ്. ഇപ്പോൾ തന്നെ ഭരിക്കുന്ന നാമമാത്രമായ ഒരു സിവിലിയൻ ഭരണമുണ്ടെങ്കിലും പട്ടാളമാണ് അവിടെ തീരുമാനിക്കുന്നത്. മതമൗലികവാദികളും പട്ടാളവും കൂടിയാണ് അവിടുത്തെ ജനതയെ നശിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ അവർക്ക് ആഭ്യന്തര കുഴപ്പങ്ങളുണ്ട്. ബലൂചിസ്ഥാൻ അത് വലിയ രീതിയിൽ പാകിസ്ഥാനിൽ നിന്ന് വേറിട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. അവരുടേതായ വിമോചന സമരം ഒരു വശത്ത് നടക്കുന്നു. പാകിസ്ഥാൻ തന്നെ സൃഷ്ടിച്ച അഫ്ഗാനിസ്ഥാനിലെ തീവ്രവാദം ഇന്ന് പാകിസ്ഥാനെതിരെ ആഞ്ഞു കൊത്തിയിരിക്കുകയാണ്. താലിബാൻ പാകിസ്ഥാൻ എന്നൊരു പുതിയൊരു മേഖല തന്നെ വളർന്നു. അഫ്ഗാനിസ്ഥാനിലെ തീവ്രവാദികളുടെ പിന്തുണയോടെ പാകിസ്ഥാനിലേക്ക് തീവ്രവാദവും വളർത്തുമ്പോൾ അവിടുത്തെ പട്ടാളത്തിന് അത് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഇപ്പൊ ചുരുക്കത്തിൽ അഫ്ഗാനിസ്ഥാനിലെ തീവ്രവാദ ആക്രമണം പാകിസ്ഥാനിലുണ്ട്. അതോടൊപ്പം തന്നെ തീർച്ചയായിട്ടും മറ്റു മേഖലയിലുള്ള ആഭ്യന്തര കുഴപ്പങ്ങൾ പാകിസ്ഥാനെ വല്ലാതെ വീർപ്പ് മുട്ടിക്കുന്നു. ബലൂചിസ്ഥാൻ ശക്തമായി വിമോചന പ്രസ്ഥാനം കൊണ്ട് മുന്നോട്ട് പോകുന്നു. ഈ സമയത്ത് ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയല്ലേ ഈ തീവ്രവാദം ഇന്ത്യക്കെതിരെ ആഞ്ഞടിപ്പിച്ചത്? കാരണം ചരിത്രപരമായും മനഃശാസ്ത്രപരമായും ഇന്ത്യ വിരുദ്ധതയാണ് പാകിസ്ഥാന്റെ ദേശീയത. അതിനപ്പുറം ഒരു ദേശീയത പാകിസ്ഥാനില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പാകിസ്ഥാൻ ഉണ്ടായ ചരിത്രം തന്നെ നോക്കിയാൽ അതൊരു കൃത്രിമ രാഷ്ട്രമായിട്ടാണ് വന്നത്. അങ്ങനെ ഒരു ആർട്ടിഫിഷ്യൽ ക്യാരക്ടർ അതിനകത്തുണ്ട്. കാരണം മുഹമ്മദ് അലി ജിന്ന തന്നെ പാകിസ്ഥാൻ നിർമ്മിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന ആശയം അവസരവാദിത്വമായിരുന്നു. പിന്നീട് പാകിസ്ഥാനിൽ കാണുന്ന മതമൗലികവാദവും മറ്റും ആക്രമണവും മറ്റു രീതിയിലുള്ള വയലൻസും എല്ലാം ഹിംസാത്മകമായ നടപടികളും എല്ലാം കണ്ടപ്പോൾ ജിന്ന തന്നെ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞു, ഇത്തരം ഒരു പാകിസ്ഥാനെ അല്ല ഞാൻ ആഗ്രഹിച്ചത്. സൗത്ത് ഏഷ്യയിൽ വളരെ സോഫ്റ്റ് ആയിട്ടൊരു ഇസ്ലാമിക് സ്റ്റേറ്റ് ആണ് ഞാൻ ആഗ്രഹിച്ചത്. ഇത്തരം ഒരു പാകിസ്ഥാൻ ഉണ്ടാകുന്നതിനേക്കാൾ ഇന്ത്യയിൽ തന്നെ നിന്നാൽ മതിയായിരുന്നു എന്ന് ജിന്ന തന്നെ പിൽക്കാലത്ത് മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാൻ ഇനി അങ്ങോട്ട് അതിന്റെ ചരിത്രം അവരാഗ്രഹിച്ചത് ഇന്ത്യയെ കീഴ്പ്പെടുത്തുക എന്നാണ്. പക്ഷെ ബംഗ്ലാദേശ് ഉണ്ടായില്ലേ കിഴക്കൻ ബംഗാളിൽ നിന്ന്? അപ്പൊ പശ്ചിമ ബംഗാളിൽ കിഴക്കൻ ബംഗാൾ സംഘടനമല്ല ഉണ്ടായത്. കിഴക്കൻ ബംഗാൾ ഒരു രാജ്യമായി മാറി ഒരു ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു പുതിയൊരു രാഷ്ട്രം തന്നെ ഉണ്ടാവുകയും ചെയ്തു. അപ്പൊ ഇന്ത്യയെ തകർക്കാൻ ശ്രമിച്ച പാകിസ്ഥാന്റേതായ ഈസ്റ്റ് ബംഗാളിനെ നിലനിർത്താൻ കഴിഞ്ഞില്ല. അത് മറ്റൊരു സ്വതന്ത്ര രാജ്യമായി മാറി. മാത്രമല്ല ബലൂചിസ്ഥാൻ മാറി വരാൻ ശ്രമിക്കുന്നു. ഇത്തരം സാഹചര്യത്തിൽ പാകിസ്ഥാന് വലിയൊരു നേഷൻ സ്റ്റേറ്റ് എന്നുള്ള നിലയിൽ വലിയൊരു ഭാവി കാണുന്നില്ല, സാമ്പത്തിക പുരോഗതി കാണുന്നില്ല, ഐക്യം കാണുന്നില്ല.
ഏറ്റവും പ്രധാനമായി അവിടെ കാണുന്ന രണ്ട് ന്യൂനതകൾ എനിക്കിതിനപ്പുറം പറയാനുള്ളത്, ഒന്ന് പാകിസ്ഥാനിലെ ഒരു മിഡിൽ ക്ലാസ് ശക്തമായിട്ടില്ല. ചെറിയൊരു മിഡിൽ ക്ലാസ്സേ ഉള്ളൂ. അത് കൂടുതലും പട്ടാളക്കാരും അവരുടെ ബന്ധുക്കളും ഒക്കെയാണ്. അല്ലാതെ ഒരു നല്ലൊരു വ്യവസായ സമൂഹമോ അതുമായി ബന്ധപ്പെട്ട് വളർന്ന ഒരു ബ്യൂറോക്രസിയോ ഒരു വൈറ്റ് കോളർ കൾച്ചറോ അതല്ലെങ്കിൽ ഒരു പുതിയൊരു എക്കണോമിക് ക്ലാസ്സോ അവിടെ വളർന്ന് കണ്ടിട്ടില്ല. അപ്പോൾ മിഡിൽ ക്ലാസ് ദുർബലമാണ്. മറ്റൊരു ദുർബലത എന്ന് പറയുന്നത് അവിടെ ഒരു പൊതുസമൂഹമില്ല എന്നുള്ളതാണ്. ആ സിവിൽ സൊസൈറ്റി ഇല്ലാത്തതിൻ്റെ കുഴപ്പങ്ങൾ നേരത്തെ കണ്ടതാണ്. ഭരണഘടനയെ 4 പ്രാവശ്യം മറിച്ചിട്ട് പുതിയ ഭരണഘടന എഴുതി, ആ ഭരണഘടന മാറ്റി വീണ്ടും ഭരണഘടന എഴുതി, ഇതിനൊക്കെ പുറമെ കോടതികളെ നാമമാത്ര അധികാരിയാക്കി റബ്ബർ സ്റ്റാമ്പാക്കി മാറ്റി, സിവിലിയൻ ഭരണത്തിന് എന്നും പട്ടാളത്തിന് കീഴ്പ്പെട്ടുകൊണ്ടിരിക്കണം. ഏത് കാലത്തും പട്ടാളം തീരുമാനിക്കുന്ന ആളാണ് പ്രസിഡന്റ് അല്ലെങ്കിൽ പ്രധാനമന്ത്രി ആകുന്നത്. ഇത്തരം പശ്ചാത്തലത്തിൽ പാകിസ്ഥാന് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? അപ്പോൾ സിവിൽ സൊസൈറ്റി സ്ട്രോങ് അല്ല, മിഡിൽ ക്ലാസ് ഇല്ല. അപ്പോൾ എന്ത് ഫ്യൂച്ചറാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം? അപ്പോൾ എന്നും ഇന്ത്യയെ ആക്രമിച്ച് ഇന്ത്യയുമായിട്ടുള്ള പകവീട്ടൽ നടത്തി അങ്ങനെ ജനങ്ങളെ ഒരുമിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരിക്കലും അതൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡല്ല. അതുകൊണ്ട് തന്നെ ലോകരാഷ്ട്രങ്ങൾ പാകിസ്ഥാനെ മറ്റൊരു തീവ്രവാദ രാഷ്ട്രമായി മുദ്രകുത്തും എന്നുള്ളതിന് സംശയമില്ല. ഇതിൻ്റെ അർത്ഥം നമ്മൾക്ക് മിണ്ടാതിരിക്കാൻ പറ്റും എന്നല്ല. നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ദേശീയ സുരക്ഷ ശക്തി ആർജിക്കണം. പാകിസ്ഥാനുമായിട്ട് നോക്കുമ്പോൾ നമ്മുടെ സൈനിക ശക്തി വളരെ വളരെ മുൻപിലാണ്. ലോകത്തിലെ 4ാമത്തെ സൈനിക ശക്തിയാണ് നമ്മൾ. അതൊക്കെ ശരിയാണ്. പക്ഷെ ഉത്തരവാദിത്വമില്ലാത്തൊരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ എന്നുള്ളത് കൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ആണവ ആയുധം ഉപയോഗിക്കാൻ അവർ മടിക്കാത്ത രാജ്യമാണ്. അപ്പം നമ്മൾ അക്കാര്യത്തിൽ വളരെ ജാഗ്രത പാലിക്കണം. കാരണം ഒന്നും നഷ്ടപ്പെടാനില്ല എന്ന നിലയിൽ പാകിസ്ഥാൻ ചെയ്യുന്ന ആത്മഹത്യാ പ്രവൃത്തികൾ അയൽപ്പക്കത്തുള്ള നമ്മളെതിരെ ടാർഗറ്റ് ചെയ്യുന്ന ഏത് കാലത്തും നമുക്കതിനെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരു കൺവെൻഷണൽ യുദ്ധത്തിലേക്ക് പാകിസ്ഥാൻ വരില്ല. കാരണം പാകിസ്ഥാൻ തവിടുപൊടിയാകും ഒരു കൺവെൻഷണൽ യുദ്ധത്തിൽ വന്നാൽ. മറ്റു രീതിയിലുള്ള ഒരു അൺകൺവെൻഷണൽ വാർ, പ്രത്യേകിച്ച് ന്യൂക്ലിയർ ആയുധങ്ങൾ, ആണവായുധങ്ങൾ പ്രയോഗിക്കാനുള്ള സാഹചര്യങ്ങൾ പാകിസ്ഥാൻ ശ്രമിച്ചാൽ അതിനെ നമുക്ക് ചെറുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ മേഖലയിലും ജാഗ്രത പാലിക്കണം. ഇത് നമുക്ക് കാശ്മീരിനെ നന്നാക്കി എടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ അവസരമാണ്. കാരണം എനിക്ക് തന്നെ കാശ്മീരിലുള്ള അധ്യാപക സുഹൃത്തുക്കളും ഗവേഷക സുഹൃത്തുക്കളും ഒക്കെ ഉണ്ട്. അവരുമായിട്ടൊക്കെ സംവദിപ്പിച്ചപ്പോൾ അവർ പറയുന്നത് കാശ്മീരിൻ്റെ ഫൈനസ്റ്റ് അവറാണ്. കാരണം ഇത്രയും മനോഹരമായ ഒരു മുഹൂർത്തം കാശ്മീരിൽ ഉണ്ടായിട്ടില്ല. കാശ്മീരിൻ്റെ ആത്മാവ് പൊതുസമൂഹം ഭാരതത്തോടൊപ്പമാണ്. അവർക്ക് തീവ്രവാദം കൊണ്ട് മതിയായി. കഴിഞ്ഞ 6 വർഷത്തിനിടയ്ക്ക് ജമ്മു കാശ്മീരിലുള്ള സാമ്പത്തിക പുരോഗതി ആസ്വദിച്ച് മനസ്സിലാക്കി. അവിടുത്തെ അടിസ്ഥാന വികസന സൗകര്യങ്ങളുണ്ടായി. അവിടെ എത്രയോ വലിയ പുതിയ ഫാക്ടറികൾ വന്നു, ശാസ്ത്ര മേഖലകളുണ്ടായി, ശാസ്ത്ര സ്ഥാപനങ്ങളുണ്ടായി, കേന്ദ്ര സർവകലാശാലകളുണ്ടായി എന്ന് തുടങ്ങി ജമ്മുവിലും കാശ്മീരിലും ഉണ്ടായ അഭൂതപൂർവമായ വളർച്ച കഴിഞ്ഞ 6 വർഷത്തിനിടയ്ക്ക് അവിടുത്തെ ജനതയ്ക്ക് നന്നായിട്ട് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവർ പൂർണ്ണമായിട്ടും ഭാരതത്തിൻ്റെ ഒപ്പം നിൽക്കുകയാണ്. വളരെ ഒരു 0.5% മാത്രം വരുന്ന ഒരു തീവ്രവാദ വിഭാഗമായിരിക്കാം, 1% പോലും കാണത്തില്ല. അവരാണ് ഈ കുഴപ്പങ്ങളൊക്കെ കാണിക്കുന്നത്. അത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഒരു ടെററിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എപ്പോഴും ലക്ഷ്യം നേടണമെന്നില്ല. പക്ഷെ അയാൾ ഒരിക്കൽ നേടിയാൽ നമുക്ക് വലിയ തിരിച്ചടിയാണ്. പക്ഷെ നമ്മൾക്ക് എപ്പോഴും നമ്മൾ ശരിയുടെ ഭാഗത്ത് നിൽക്കണം, ധർമ്മത്തിന്റെ ഭാഗത്ത് നിൽക്കണം. അതോടൊപ്പം ജനങ്ങളെ രക്ഷിക്കുകയും വേണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഏത് സമയവും തീവ്രവാദ ആക്രമണം ഏത് ഭാഗത്തും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കുറച്ചു നാൾ മുമ്പ് നമ്മൾ കണ്ടതാണ്. തഹൌർ റാണ പാകിസ്ഥാനിൽ ജനിച്ച ഒരാളാണ്, കനേഡിയനാണ്. ഈയിടയ്ക്ക് അറസ്റ്റ് ചെയ്ത് നമ്മുടെ നാട്ടിലേക്ക് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. അദ്ദേഹത്തിന്റെ മൊഴിയിൽ നിന്ന് തന്നെ ഡേവിഡ് ഹെഡ്ലിയും അദ്ദേഹവും കൂടെ ഇന്ത്യയിലെ പല ഭാഗങ്ങൾ സന്ദർശിച്ചു. തീവ്രവാദ ആക്രമണത്തിന് കൊച്ചിയിൽ പോലും താല്പര്യമുണ്ടാക്കി എന്നുള്ളതാണ്. അപ്പോൾ തഹൌർ റാണ ഇപ്പോൾ ഇന്ത്യൻ ജയിലിലാണ്. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു സാഹചര്യം എന്താണ്? അമേരിക്കയിലെ വൈസ് പ്രസിഡന്റ് സന്ദർശിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ആക്രമണം. അപ്പം നമുക്ക് ലോകത്തിന് മുമ്പിൽ വളരെ വ്യക്തമാണ്, നമ്മൾ ഒരു പ്രൊവക്കേഷനും ഇല്ലാത്ത നമ്മളെ, പ്രത്യേകിച്ച് വളരെ നിരായുധരായ നിരപരാധികളായ സന്ദർശകരെ ആക്രമിക്കുന്ന ഈ കിരാതമായ പ്രവർത്തനത്തെ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് ആത്മധൈര്യമുണ്ട്, ആത്മവിശ്വാസമുണ്ട്. തിരിച്ചടിക്കുക തന്നെ വേണം. തീർച്ചയായിട്ടും ഇതിൽ നിന്ന് മാറാൻ ഭാരതത്തിന് ഒരിക്കലും കഴിയില്ല. നമ്മളങ്ങനെ പിന്നോക്കം പോകേണ്ട ഒരാവശ്യവുമില്ല. നമ്മുടെ ശക്തി എന്താണെന്ന് തെളിയിച്ചാൽ, ആ ശക്തി ഇടയ്ക്ക് നന്നായിട്ട് കൊടുത്താൽ മാത്രമേ പാകിസ്ഥാൻ അത് മനസ്സിലാവുകയുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. ഡെറ്ററൻസ് എന്ന് പറയുമ്പോൾ വെറും പ്രതിരോധമല്ല, തടയലല്ല, ആക്രമണത്തോടുകൂടി ശിക്ഷാ നടപടികൾ നടത്തുന്ന ഒരു ഡെറ്ററൻസ് ആണ്. ആ രീതിയിലുള്ള ഒരു പ്രതികരണമാണ്. ആ പ്രതികരണം നമ്മൾ തുടങ്ങിയത് 3 മേഖലയിലാണ്. തന്ത്രപരമായി, സ്ട്രാറ്റജിക്കലായി, നയതന്ത്രപരമായി, ഡിപ്ലോമാറ്റിക്കായിട്ട്, സാമ്പത്തികപരമായി, എക്കണോമിക്കലായിട്ട്. ഈ 3 മേഖലയിൽ കൂടി പാകിസ്ഥാനെ വീർപ്പുമുട്ടിക്കുക. അങ്ങനെ അവരുടെ നിലപാട് മാറ്റി അവർക്ക്
അവരുടെ പരമ്പരാഗതമായ സാഹചര്യത്തിൽ നിന്നും മാറിയേ പറ്റൂ. പക്ഷേ എനിക്ക് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ വർഷങ്ങളായി സൗത്ത് ഏഷ്യൻ രാഷ്ട്രീയം പഠിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് പാകിസ്ഥാന് അവിടെ ജനാധിപത്യം വളരാനുള്ള വളക്കൂർ ഒട്ടുമില്ല എന്നും അതുകൊണ്ട് തന്നെ അവിടെ പൊതുസമൂഹം ശക്തിപ്പെടുന്ന ഒരു സാഹചര്യവുമില്ല. അപ്പോൾ പാകിസ്ഥാൻ അന്ന് ഉണ്ടായപ്പോൾ അന്ന് ഇന്ത്യൻ കോണ്ടിനെന്റിനകത്ത് കിഴക്കൻ ബംഗാളും വെസ്റ്റ് പാകിസ്ഥാനും 2 ഘട്ടങ്ങളായി മാറി നിന്നപ്പോൾ അന്ന് ഗാന്ധിജി തന്നെ അദ്ദേഹത്തോട് ജിന്നയോട് ചോദിച്ചതാണ്, എങ്ങനെ ഈ ആയിരക്കണക്കിന് മൈലുകൾക്കിപ്പുറം നിങ്ങൾക്കൊരു ഭാഗം ഇന്ത്യക്കകത്ത് നിന്ന് പ്രവർത്തിക്കാൻ പറ്റും? അന്ന് പുച്ഛത്തോടു കൂടി ജിന്ന പറഞ്ഞത്, ഞങ്ങൾ ഒരു മതത്തിൽ പെട്ടവരാണ്, അതാണ് നമ്മുടെ ദേശീയത, അതുകൊണ്ട് ഞങ്ങൾ ഒറ്റക്കെട്ടാണ്, ബെറ്റർ വറി മിസ്റ്റർ ഗാന്ധി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അനുഭവം എന്താണ് തെളിയിച്ചത്? കിഴക്കൻ ബംഗാൾ മറ്റൊരു രാജ്യമായി. ഇനി ബലൂചിസ്ഥാൻ നാളൊരു കാലത്ത് മറ്റൊരു രാജ്യമാകുമോ? പാകിസ്ഥാനിലെ ആഭ്യന്തര കുഴപ്പങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ ഇത് പറയുമ്പോഴും നമുക്ക് ബുദ്ധിമുട്ടുള്ളത്, പാകിസ്ഥാൻ ഇനിയും പിളർന്നു പോയാൽ, ഇനിയും ചിതറിയാൽ അതും ഇന്ത്യക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ചെറിയ ചെറിയ തീവ്രവാദ രാഷ്ട്രങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ ഭൂഖണ്ഡത്തിന് നല്ലതല്ല, ലോകത്തിന് നല്ലതല്ല. ജനാധിപത്യമാണ് വരേണ്ടത്. പക്ഷെ നിർഭാഗ്യവശാൽ പാകിസ്ഥാൻ ജനാധിപത്യത്തിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും എത്രയോ അകലെയാണ്.